രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങുമ്പോൾ ഇത്തവണ കോളടിച്ചത് 12 മലയാളികൾക്കാണ്. കാരണം മറ്റൊന്നുമല്ല, 2025 റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ഭവനിലേക്ക് വിശിഷ്ട അതിഥികളായി പ്രത്യേക ക്ഷണം ലഭിച്ചവരാണ് ഈ 12 മലയാളികൾ. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ഡേ അറ്റ് ഹോം എന്ന പരിപാടിയിലേക്കാണ് ഇവർക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 12 വിശിഷ്ട അതിഥികളാണ് ഇക്കൂട്ടർ. ഇനി കേരളത്തിന് അഭിമാനമാകാൻ പോകുന്ന ഈ 12 പേർ ഇവരാണ്. ഒന്നാമതായി ഹോക്കി താരം PR ശ്രീജേഷ്. രണ്ടാമതായി ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റനായ ക്യാപ്റ്റൻ രാധിക മേനോൻ. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. സർവശ്രേഷ്ഠ ദിവ്യാംഗൻ വിഭാഗത്തിലെ വ്യക്തിഗത മികവിനുള്ള ദേശീയ അവാർഡ് നേടിയ അനന്യ ബിജേഷ്. ജവഹർ നവോദയ വിദ്യാലയ പ്രിൻസിപ്പൽ ഡോക്ടർ രത്നാകരൻ KO. ജ്യോതിർഗമയ ഫൗണ്ടേഷന്റെ സ്ഥാപക ടിഫാനി ബ്രാർ. 2024 മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ട തേജ VP. സുബ്രഹ്മണ്യൻ മലയത്തൊടി. ചലച്ചിത്രകാരനും അനിമേറ്ററുമായ ഹരിനാരായണൻ രാജീവ്. VSSC ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ S. മനോരമ ഓൺലൈൻ CEO മറിയം മാമൻ മാത്യു. മുൻ രാജ്യസഭാംഗം ശ്രേയംസ് കുമാർ എന്നിവരാണ് കേരളത്തിൽ നിന്നും രാഷ്ട്രപതി ഭവനിലേക്ക് പ്രത്യേകം ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വിശിഷ്ട അതിഥികൾ. നമുക്കറിയാം, റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പോലും ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡാണ്. ഇത്തവണ DRDO വികസിപ്പിച്ച പ്രളയ മിസൈലാകും പരേഡിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. ആദ്യമായാണ് പ്രളയ മിസൈൽ പരേഡിന്റെ ഭാഗമാകുന്നത്. ആണവായുധങ്ങൾ വഹിക്കാവുന്നതും കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്നതുമായ മിസൈലാണ് പ്രളയ്. 350 അല്ലെങ്കിൽ 500 കിലോമീറ്റർ ഷോർട്ട് റേഞ്ചുള്ള ഒരു മിസൈലാണിത്. 500 മുതൽ 1000 കിലോമീറ്റർ പേലോഡ് ശേഷിയുണ്ട് ഈ മിസൈലിന്. 2023 പ്രളയ് സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ തദ്ദേശീയ കുതിപ്പേറുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് പ്രളയ് മിസൈൽ. പാക് ചൈനീസ് അതിർത്തികളിൽ പ്രതിരോധം തീർക്കാൻ ഇതിന് സാധിക്കുന്നു. ഇന്ത്യയുടെ സൈനിക ശക്തി പ്രകടമാക്കുന്ന ബ്രഹ്മോസ് മിസൈൽ, മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, T-90 ടാങ്ക്, നാഗ് മിസൈലുകൾ എന്നിവയും ഇത്തവണ റിപ്പബ്ലിക് പരേഡിൽ പ്രദർശിപ്പിക്കും. സൈനിക ശക്തിക്കൊപ്പം ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ പ്രദർശനം കൂടിയാകും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ്. 5000 നാടോടി ഗോത്ര കലാകാരന്മാർ അണിനിരക്കുന്ന കലാരൂപങ്ങളുണ്ടാകും. 77,000 പേരെയാണ് കർത്തൃപദിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. 1000 പേർക്ക് പ്രത്യേക ക്ഷണമുണ്ട്. 32,000 പേർക്ക് പ്രദർശനവും അനുവദിച്ചിട്ടുണ്ട്. രാവിലെ 10:30 ആരംഭിക്കുന്ന ഈ പരേഡിൽ 31 നിശ്ചല ദൃശ്യങ്ങളായിരിക്കും പ്രദർശിപ്പിക്കുക. ദേശീയ പരിപാടികളിൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണയും മോദിജി റിപ്പബ്ലിക് ദിന പരേഡ് ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അടക്കം ന്യൂഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ള സർപഞ്ചുമാർ, ദുരന്ത നിവാരണ പ്രവർത്തകർ, സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ, കരകൗശല വിദഗ്ധർ, പുനരുപയോഗ ഊർജ്ജ പ്രവർത്തകർ, അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് പ്രവർത്തകർ, ആദിവാസി ഗുണഭോക്താക്കൾ എന്നിവരെയും പ്രത്യേകമായി തന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇവർക്കൊപ്പം കൃഷി, പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യം, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചവർക്കും ക്ഷണമുണ്ട്. പാരാ അത്ലറ്റുകൾ, അന്താരാഷ്ട്ര കായിക ഇനങ്ങളിലെ വിജയികൾ, സ്റ്റാർട്ടപ്പുകൾ, പേറ്റന്റ് ഉടമകൾ, സ്കൂൾ മത്സര വിജയികൾ എന്നിവരും ആഘോഷങ്ങളിൽ പങ്കുചേരും. മുൻപ് ഡൽഹി സന്ദർശിച്ചിട്ടില്ലാത്തവർക്കും സർക്കാർ മുൻകൈയെടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മികവ് പുലർത്തിയവർക്കും ഇത്തവണ മുൻഗണന നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.